മാധ്യമരംഗത്ത് ഇന്ന് ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മീഡിയ. ജനാധിപത്യത്തിലെ അഞ്ചാം തൂണാണ്. അപ്പോൾ അത് വളരെ സുതാര്യവും സത്യസന്ധതയും നീതിയും പൂർവ്വമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് വസ്തു മനസ്സിലാക്കാനും കൃത്യമായി ഇടപെടാനും കഴിയൂ. അതിലേക്ക് നമ്മുടെ യുവതലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതും ഈ ജേർണലിസം കോഴ്സിൻ്റെ പ്രത്യേകതയാണ്. എന്തായാലും വളരെയധികം സന്തോഷം. വിവിധ മേഖലകളിൽ അങ്ങയുടെ ഇടപെടലുകളുണ്ട്. ഇതെല്ലാം അങ്ങേയായിട്ടും കണക്ട് ചെയ്ത് കിടക്കുന്നതാണ്. ഇപ്പം ചലച്ചിത്ര മേഖലയിൽ അടക്കം ഡെപ്യൂട്ടി സ്പീക്കർ ഇപ്പം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഇപ്പം എന്തായാലും മീഡിയ വിങ്ങിൽ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്ര പുനർനിർമ്മാണ ശില്പികളായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ വാർത്തെടുക്കുവാൻ സ്നേഹത്തിന് കഴിയട്ടെ നമുക്ക് തീർച്ചയായിട്ടും ഈ മാധ്യമം ഏറ്റവും പ്രധാനമായി ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ജനൈകത്തിൻ്റെ ലേഖകൻ കൂടിയായിരുന്നു ഞാൻ ജനപ്രതിനിധിയാവുന്നതിന് മുമ്പ്. പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയപ്പോഴാണ് അത് മാറിയത്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അതാണ്. കാര്യം നമുക്ക് യഥാർത്ഥ വസ്തുത ജനങ്ങളെയും അധികാരികളെയും ബോധ്യപ്പെടുത്താൻ മാധ്യമത്തിനെ കഴിയൂ, വേറെ ആർക്കും കഴിയത്തില്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തകനും പൊതുപ്രവർത്തകനും കഴിയും, പക്ഷേ അവരുടേതായ ചില ലക്ഷ്യങ്ങൾ കണ്ടേക്കാം. പക്ഷേ മാധ്യമത്തിന് ഇത് കാണാൻ പാടില്ല. പക്ഷേ ഇന്നതല്ല, ഇന്ന് മാധ്യമങ്ങൾക്കും ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ മാധ്യമ പ്രവർത്തനം കൊണ്ടുപോകണമെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കലയും സംഗീതവും സാഹിത്യവും നമ്മുടെ നാടിനെ മാറ്റിമറിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രാന്താലയമായിരുന്ന കേരളത്തെ മാറ്റിമറിച്ചതിൽ കലാകാരന്മാർക്കൊരു മുഖ്യ പങ്കാണുള്ളത്. നാടകം, കഥാപ്രസംഗം, കവിത, ഇതെല്ലാം നമുക്ക് സാംബശിവനെ മറക്കാൻ പറ്റത്തില്ല, കടാമംഗല സദാനന്ദനെ മറക്കാൻ പറ്റില്ല, കൊല്ലം നമുക്ക് KPSCയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അങ്ങനെ കലയും സംഗീതവും സാഹിത്യവും കവി തിരുനെല്ലൂരും ONV യും ചെറുശ്ശേരിയും അങ്ങനെ ഒരുപാട് കവികളുണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് കലയും എൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സ്ഥാപനം എല്ലാ രംഗത്തും മികച്ചതായി പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമാക്കും. ഇതിനൊരു മുൻകൈ എടുത്തത് ഇത്തരം കാര്യങ്ങൾക്ക് വെർച്വൽ റിയാലിറ്റി നമ്മുടെ ഈ പാരാമെഡിക്കൽ മേഖലയിൽ കൊണ്ടുവരണമെന്ന് മുൻകൈ എടുത്തത് നമ്മുടെ പാരാമെഡിക്കൽ അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ്. അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന ആളാണ് ജോസ് അടക്കമുള്ളവരുടെ ഒരു വലിയ പ്രയത്നം അക്കാര്യത്തിലുണ്ട് എന്നുള്ളതുകൊണ്ട് എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു.